Hi dears, how are you? I think all of you fine. ഇന്ന് നമ്മൾ യൂണിറ്റ് 6 സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഏകദേശം നോക്കി. അത് നമ്മൾ ഡെഫിനേഷൻസ് പറഞ്ഞു, അതുപോലെ തന്നെ എക്കണോമിക്സ് എന്താണെന്ന് പറഞ്ഞു, സോഷ്യോളജി എന്താണെന്ന് പറഞ്ഞു. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ പോർഷനാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ നോക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞു യൂണിറ്റ് 6 റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് എക്കണോമിക്സിലെ പാർട്ട് 2 നോക്കുന്നത് പറഞ്ഞു. നമുക്ക് ആദ്യം നോക്കാം. അതിന്റെ കണ്ടിന്യൂഷനാണ് എക്കണോമിക് സോഷ്യോളജി ആസ് എ സബ് ഡിസിപ്ലിൻ ഓഫ് സോഷ്യോളജി. അതായത് എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു സബ് ഡിസിപ്ലിൻ ആണ്. എന്തിന്റെ? ഓഫ് സോഷ്യോളജിയുടെ ഒരു സബ് ഡിസിപ്ലിൻ ആണെന്നാണ് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് എക്കണോമിക് സോഷ്യോളജി. ഇനി എക്കണോമിക് സോഷ്യോളജിയുടെ പാസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്ററി, ചരിത്രമാണ് പറയുന്നത്. One can see the roots of economic sociology in the classical philosophical and social science tradition. However, it emerged as a systematic academic subdivision of sociology in less than a century ago. ഇവിടെ വൺ ക്യാൻ സീ ദ റൂട്ട്സ് ഓഫ് എക്കണോമിക് സോഷ്യോളജി, ക്ലാസിക്കൽ ഫിലോസഫി. നമുക്കിവിടെ കാണാൻ പറ്റും ഒരു റൂട്ട്, എക്കണോമിക് സോഷ്യോളജി റൂട്ട്സ് നമുക്ക് കാണാൻ പറ്റും ക്ലാസിക്കൽ ഫിലോസഫിക്കലും സോഷ്യൽ സയൻസ് നമ്മുടെ ട്രഡീഷനായിട്ട് മാറുന്നുണ്ട്. പിന്നെ അത് എമേർജ് ചെയ്തൊരു സിസ്റ്റമാറ്റിക് അക്കാഡമിക് സബ് ഡിവിഷന്റെ പേരിൽ സോഷ്യോളജിയിലൊരു കുറച്ചു കാലം മുൻപായിട്ട് ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് എമേർജ് ചെയ്ത സിസ്റ്റമാറ്റിക് അക്കാഡമിക് സബ് ഡിവിഷനായിട്ട് വന്നതാണെന്നാണ് പറയുന്നത്. After it became an academic sub-discipline of its parent discipline, it has made remarkable contribution in analyzing society. ഇനി ആഫ്റ്റർ ബിക്കം അതിന് ശേഷം അതെന്തായി മാറി? അക്കാഡമിക് സബ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു പാരന്റ് ഡിസിപ്ലിൻ ആയി മാറി. അത് റിമാർക്കബിൾ കോൺട്രിബ്യൂഷൻ അനലൈസിങ്, സൊസൈറ്റിനെ അനലൈസ് ചെയ്യാനൊക്കെ അത് ഉപകാരപ്രദമായി അല്ലെങ്കിൽ സൊസൈറ്റി അനലൈസ് ചെയ്ത് എന്നതായി മാറിയിരിക്കുന്നു. അതായത് അത് പിന്നെ എന്തായി മാറി? അക്കാഡമിക് സബ് ഡിസിപ്ലിൻ എന്തായി ഒരു പാരന്റ് ഡിസിപ്ലിൻ ആയി മാറി. അതെന്തായി ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ തുടങ്ങി, അനലൈസിങ് സൊസൈറ്റിന് കോൺട്രിബ്യൂഷൻ നൽകാൻ തുടങ്ങി, സൊസൈറ്റി അനലൈസ് ചെയ്യാൻ തുടങ്ങി. ഫ്രം ആൻ എക്കണോമിക് പെർസ്പെക്റ്റീവ്, ഏതിന്റെ രീതിയിലാണ്? ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവ് ഉണ്ട്. If we closely observe, we can find out that the birth of economic sociology in the writings of Karl Marx. അതായത് നമ്മൾ നന്നായിട്ട് വീക്ഷിച്ച് ക്ലോസ്ലി നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എക്കണോമിക് സോഷ്യോളജി ബർത്ത് എന്ന് പറയുന്നത്, ജന്മം എന്ന് പറയുന്നത്. അത് നമുക്ക് കാൾ മാർക്സിന്റെ റൈറ്റിംഗ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാൾ മാർക്സിന്റെ റൈറ്റിംഗ്സിൽ നമുക്ക് എക്കണോമിക് സോഷ്യോളജിയുടെ ഒരു ബിഗിനിങ് അല്ലെങ്കിൽ ജന്മ ബർത്ത് എന്ന് പറയുന്നത് കാണാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും, ഒരു ക്ലോസ്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റും. സ്മെൽസോ എൻ ജെ ആൻഡ് സുബ്ലോഗ് ആർ സേസ്. ഇനി ഇവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് യൂസ് ഓഫ് ടേം എക്കണോമിക് സോഷ്യോളജി സീംസ് ഹാവ് ബിൻ 1879. ഇവരെ പറയാണ് ആദ്യമായിട്ട് എക്കണോമിക് സോഷ്യോളജി എന്ന ടേം യൂസ് ചെയ്ത് തുടങ്ങിയത്, കണ്ടുവന്നത് ഒരു 1879 കാലയളവിലായിരുന്നു. അതായത് 1879 ആ കാലയളവിലാണ് ഈ ഒരു എക്കണോമിക് സോഷ്യോളജി എന്ന ടേം യൂസ് ചെയ്ത് കണ്ടത്. When it appears in a work by British economist W. Stanley Jevons 1879 to 1965. അതായത് നമുക്കിവിടെ അപ്പിയർ ആകുന്ന വർക്ക് ഓഫ് ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് W. Stanley Jevonsനും പറയുന്നുണ്ട്. ആ വ്യക്തിയിൽ നമുക്കിത് കാണുന്നുണ്ട്. The term was taken over by the sociologist and appears, and for example, in the works of Durkheim and Weber during the years 1890 to 1920. അതായത് ഈ ടേം നമുക്കൊരു സോഷ്യോളജിസ്റ്റിലും അതുപോലെ തന്നെ എക്സാമ്പിൾ നമുക്ക് ഡൂക്കിമിന്റെ ഇതിലും അതുപോലെ തന്നെ വെബറിന്റെ ഒക്കെ ഒരു 1890 to 1920 ആ കാലയളവിൽ അവരുടെ വർക്ക്സിലൊക്കെ നമുക്ക് ഈ ടേം കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി കണ്ടംപററി എക്കണോമിക് സോഷ്യോളജിയാണ് പറയുന്നത്. നമുക്ക് ഒരു കണ്ടംപററി ആയിട്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വന്ന ഒരു എക്കണോമിക് സോഷ്യോളജി. ഇൻ ദ റീസെന്റ് ടൈംസ് എക്സ്പെഷ്യലി ആഫ്റ്റർ 1980 എക്കണോമിക് സോഷ്യോളജി എക്സ്പീരിയൻസ് എ റിമാർക്കബിൾ റിവൈവൽ. ഫ്യൂ സോഷ്യോളജിസ്റ്റ് ഈ റീസെന്റ് ടൈം ആയിട്ട്, ഫോർ എക്സാമ്പിൾ 1920 18 ആ കാലയളവിൽ എക്കണോമിക് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു റിമാർക്കബിൾ റിവൈവൽ എന്ന രീതിയിലാണ്. ഇനി കുറച്ച് സോഷ്യോളജിസ്റ്റിന്റെ പേര് വേണ്ട, ഫ്യൂ സോഷ്യോളജിസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹു വർ ഡൂയിങ് റിഗേഴ്സ് റിസർച്ച് ഓൺ ദ റിലേഷൻ ബിറ്റ്വീൻ മാർക്കറ്റ് ആൻഡ് സൊസൈറ്റി. ഒരു റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട്, റിഗേഴ്സ് റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട് ഒരു മാർക്കറ്റ് ആൻഡ് സൊസൈറ്റി. കോൺട്രിബ്യൂട്ടിംഗ് ഫ്ലറി ഓഫ് ആർട്ടിക്കിൾസ് ആണ് നെറ്റ്വർക്ക്സ് ഓഫ് മാർക്കറ്റ് സൊസൈറ്റി which eventually lead to a revival of economic sociology, import to subfield of sociology. ഇതൊരു ഇമ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ സബ്ഫീൽഡ് ഓഫ് സോഷ്യോളജി ഒക്കെ കാണുന്നുണ്ട്. The main contributor of 1980s was Mark Grant Otter, who emphasized on the embeddedness
of economic action in concrete social relations. ഇനി മെയിൻ കോൺട്രിബ്യൂട്ടർ 1980s മാർക്ക് ഗ്രോവേർട്ട് എംബസൈസ് ചെയ്തെന്ന് വെച്ചാൽ ഒരു എംബഡ്നെസ്സും അതുപോലെ തന്നെ എക്കണോമിക് ആക്ഷനൊക്കെ ഒരു കോൺക്രീറ്റ് സോഷ്യൽ റിലേഷൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. In the article Economic Institution as Social Constructions, Grandwater argues that institutions are actually congealed social networks, and because economic action mostly take place in these networks, social scientists must consider interpersonal relationship while studying economy. ഇവിടെ പറഞ്ഞ ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്, സോഷ്യൽ കൺസ്ട്രക്ഷൻ പറയുന്നുണ്ട്. ഒരു ഗ്രോവേർട്ട് ആർഗ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ച്വലി അതൊരു കൺഗീൽഡ് സോഷ്യൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു എക്കണോമിക് ആക്ഷൻ മോസ്റ്റ്ലി നമ്മൾ ടേക്ക് പ്ലേസ് ഈ നെറ്റ്വർക്സിലൂടെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ സോഷ്യൽ സയന്റിസ്റ്റ് എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. അത് നമുക്ക് നമ്മുടെ എക്കണോമിക്സ് പഠനം നടത്താനും കൂടിയാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും അവർ നോക്കിക്കാണുന്നത്, സോഷ്യൽ സയന്റിസ്റ്റ് എപ്പോഴും നോക്കിക്കാണുന്നത് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഒറിജിൻ ഓഫ് ന്യൂ എക്കണോമിക് സോഷ്യോളജി ആണ് അടുത്തത്. കൺവേർട്ട് ബി ആൻഡ് ബ്രോൺ ജെ ഇൻ ദ ആർട്ടിക്കിൾ. ഇനി അവർ രണ്ടുപേരെ ആർട്ടിക്കിൾ പറയുന്നത് where did the new economic sociology come from, provide a detailed account of emergence of new economic sociology. അവരുടെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് എവിടെ നിന്നാണ് ഈ ഒരു പുതിയ എക്കണോമിക് സോഷ്യോളജി വന്നത്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെ എങ്ങനെ അറിയാൻ പറ്റും, എവിടെ നിന്നാണ് എമർജൻസ്, ഈ ഒരു പുതിയ എക്കണോമിക് സോഷ്യോളജി എവിടെ നിന്നാണ് വന്നത്, എന്താണ് അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെ കുറിച്ചാണ് ആ ഒരു ആർട്ടിക്കിളിൽ ചോദിക്കുന്നത്. They argue that new economic sociology obtains scientific legitimacy of bringing together two promising new currents. ഇവർ ആർഗ്യൂ ചെയ്യുന്നുണ്ട് ഈ ന്യൂ എക്കണോമിക് സോഷ്യോളജി ഒപ്റ്റൈൻ സയന്റിഫിക് നിന്നാണ്, അതുപോലെ തന്നെ നമുക്ക് രണ്ടും കൂടി ടുഗെദർ ആയിട്ട് പ്രോമിസ് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് അനാലിസിസ് ആണ് ആദ്യം പറയേണ്ടത്. ആൻഡ് നിയോ ഇൻസ്റ്റിറ്റ്യൂഷണലിസം രണ്ടും ഒരു മാർജിനൽ കൾച്ചറൽ മോഡ് ഓഫ് അനാലിസിസ് രീതിയിലാണ് പോകുന്നത്. അതായത് നെറ്റ്വർക്ക് അനാലിസിസും നിയോ ഇൻസ്റ്റിറ്റ്യൂഷണലിസം രണ്ടും ഒരു കൂടുതൽ മാർജിനൽ കൾച്ചറൽ മോഡ് ഓഫ് അനാലിസിസിലേക്കാണ് പോകുന്നത്. This has led to the new economic sociology to become one of the liveliest subfield of sociology. ഇത് നമുക്കൊരു എന്തിലേക്ക് എത്തുന്ന ഒരു പുതിയ എക്കണോമിക് സോഷ്യോളജിയിലേക്കാണ് ഇതെത്തുന്നത്. അതായത് ഇത് നമുക്ക് എത്തിച്ചേർന്ന് ന്യൂ എക്കണോമിക് സോഷ്യോളജിയിലേക്ക് എത്തുന്ന വൺ ടു ലൈവ്ലിയസ്റ്റ് സബ് ഫീൽഡിൽ ഓഫ് സോഷ്യോളജിയിലേക്ക്, അതായത് കൂടുതൽ നമുക്ക് ലൈവ്ലിയസ്റ്റ് ആയിട്ട് നമ്മുടെ കൂടുതൽ അടുത്ത് ഇടപെടുന്ന രീതിയിലേക്ക് സബ് ഫീൽഡ് ഓഫ് സോഷ്യോളജിയിലേക്കും അത് മാറി ചെല്ലുന്നുണ്ട്. അടുത്തത് കോമൺ ഇഷ്യൂസ് കൺസേണിങ് ബോത്ത് സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്. ഇനി കോമൺ ആയിട്ട് നമുക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്, രണ്ടും സോഷ്യോളജിയിലും എക്കണോമിക്സിലും വരുന്ന കോമൺ ഇഷ്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു അൺഎംപ്ലോയ്മെന്റ് ജോലിയില്ലായ്മയെ കുറിച്ച് പറഞ്ഞു. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. വെൻ വി ടോക്ക് അൺഎംപ്ലോയ്മെന്റ് വി ജനറലി കൺസിഡർ ഇറ്റ് ആസ് ആൻ എക്കണോമിക് പ്രോബ്ലം. നമ്മൾ പറഞ്ഞു ഓൾറെഡി അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച്. ജനറലി നമ്മൾ അത് എന്തിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്, എക്കണോമിക് പ്രോബ്ലം, അതായത് സാമ്പത്തികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ മൂലമാണ്, നമുക്ക് അൺഎംപ്ലോയ്മെന്റ് മൂലമാണ് അത് സാമ്പത്തികമായ പ്രശ്നം വരുന്നത്, അല്ലെ? ജോലി ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, കാശില്ലാതെയാവും, എക്കണോമിക് ആയിട്ട് സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാവും. However, when we look at the roots of unemployment, one can see that equally important of sociology as well. നമുക്കറിയാം ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് റൂട്ട് നമ്മൾ നോക്കി കാണുമ്പോൾ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് സോഷ്യോളജിയിലേക്കും എന്നാണ് പറയുന്നത്. സോഷ്യോളജി ആയിട്ട് കൂടുതൽ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയുന്നത് ഈ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവാനുള്ള റീസൺ. ഇൻ ദ ഐസ് ഓഫ് സോഷ്യോളജി, ഇനി സോഷ്യോളജിസ്റ്റിന്റെ കാഴ്ചപ്പാടിൽ കണ്ണിൽ അൺഎംപ്ലോയ്മെന്റ് ഇസ് എ സോഷ്യൽ പ്രോബ്ലം. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഷ്യൽ പ്രോബ്ലം ആണ്, സമൂഹത്തിലുള്ള പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ജോലി ഇല്ലായ്മ എന്ന് പറയുന്നത് സമൂഹത്തിലൊരു പ്രശ്നമാണ്. സോഷ്യോളജിസ്റ്റ് ആർഗ്യൂ ദാറ്റ് സോഷ്യൽ ഫാക്ടേഴ്സ് ഈക്വലി കോൺട്രിബ്യൂട്ട് ടു അൺഎംപ്ലോയ്മെന്റ്. അതായത് സോഷ്യോളജിസ്റ്റുകൾ പറയുന്നുണ്ട് നമ്മൾ സോഷ്യൽ ഫാക്ടേഴ്സ് ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യണം അൺഎംപ്ലോയ്മെന്റ് ഉള്ളവർക്ക്, അല്ല അൺഎംപ്ലോയ്മെന്റിന് കുറച്ച് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. Many of the pioneer sociologists who worked on social problems describe unemployment as product of social factors such as degrading social status, rapid growth of population, drawback in education system and geographical immobility. ഇനി മറ്റ് ഒരു സോഷ്യോളജിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നില്ല സോഷ്യൽ പ്രോബ്ലംസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഫാക്ടർ ആണ്. അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസിനെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്, റാപ്പിഡായിട്ട് പെട്ടെന്ന് തന്നെ പോപ്പുലേഷൻ കൂടുന്നുണ്ട്, എഡ്യൂക്കേഷണൽ സിസ്റ്റം അതായത് പഠനത്തിൽ നിന്ന് പകുതി കുട്ടികൾ നിർത്തി പോരുന്നുണ്ട്, ഡ്രോബാക്ക് ചെയ്യുന്നുണ്ട്, ഒരു ജോഗ്രഫിക്കൽ ഇമ്മൊബിലിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. A few sociologists have also linked with us personal factors such as illness, disability, professional unfitness, lack of experience.
ഇനി ചില സോഷ്യോളജിസ്റ്റ് ഓൾസോ ലിങ്ക്ഡ് ആണ് എന്ത് നമ്മുടെ പേഴ്സണൽ ഫാക്ടേഴ്സിനോടൊക്കെ നമുക്ക് നോക്കുന്നുണ്ട് അവർ. സച്ച് ആസ് ഏതൊക്കെ ഇൽനെസ്, നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ്, ഫിസിക്കലി ഹെൽത്തി ആ പ്രോബ്ലംസ്, ഹെൽത്തി അല്ലായ്മ, അതൊക്കെ ഡിസബിലിറ്റി, നമ്മുടെ ഫിസിക്കലി നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ്, ഡിസബിലിറ്റീസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള നമുക്ക് അൺഫിറ്റ്നസ്, നമുക്കൊരു ജോലിയിലേക്ക് പ്രൊഫഷണലി നമ്മൾ അൺഫിറ്റ് അല്ലാത്ത അവസ്ഥ, ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലായ്മ, ഇതൊക്കെ നമ്മൾ ചില സോഷ്യോളജിസ്റ്റ് പേഴ്സണൽ ഫാക്ടേഴ്സിലും കൂടി ലിങ്ക് ചെയ്യപ്പെട്ടിന് അവർ അതും കൂടി നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത് ചൈൽഡ് ലേബർ ആണ്. ചൈൽഡ് ലേബർ പറയുന്നത് ചൈൽഡ് ലേബറിലേക്ക് പോകുമ്പോൾ ചൈൽഡ് ലേബർ ഹാസ് ബിക്കം എ കോമൺ ഡിസ്മൽ പ്രാക്ടീസ് ഇൻ മെനി ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ വെയർ തൗസൻഡ്സ് ഓഫ് മൈനേഴ്സ് ആർ മെയ്ഡ് ഓഫ് വർക്ക് ആർ ദെർഫോർ ഡിപ്രൈവ്ഡ് ഓഫ് എഡ്യൂക്കേഷൻ. ചൈൽഡ് ലേബർ ഒരുപാട് നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് വരുന്ന കാര്യമാണ്. ഒരുപാട് ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യയിലൊക്കെ തൗസൻഡ്സ് ഓഫ് നമുക്ക് കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാനും പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. ഹെൽത്ത് ഫെസിലിറ്റീസ്, അതുപോലെ ലീഷർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ബേസിക് ഫ്രീഡംസ് കൊടുക്കാം, വയലേറ്റിംഗ് അവരെ റൈറ്റ്സിനെ വയലേറ്റിംഗ്, അതുപോലെ തന്നെ മോസ്റ്റ് ഓഫൺ നോട്ട് ചിൽഡ്രൻ ഡിസൈഡ് ടു സ്റ്റാർട്ട് വർക്കിംഗ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ അതിന് അനുകൂലിക്കുന്ന ഹെൽത്ത് ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഇന്ത്യയിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, ബേസിക് ഫ്രീഡംസ് കൊടുക്കുന്നുണ്ട്, അവർക്ക് കുട്ടികൾ ജോലി ചെയ്യാനുള്ള അവസരം കുറയ്ക്കുന്നൊക്കെ ശ്രമിക്കുന്നുണ്ട്. Instead of going schools, but there are host of the socio-economic factor primarily related families or household forced to them work. എന്താണ് ഇവിടെ ഒരുപാട് സ്കൂൾസും അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് കാരണം കുട്ടികളെ ഫാമിലീസും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ ഹൗസൊക്കെ അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, അവർ ജോലിയിലേക്ക് ഇങ്ങനെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് ഇൻഇക്വാലിറ്റിയിൽ വരുന്ന എന്താണ്? ഇൻഇക്വാലിറ്റി ഈസ് ഓൾസോ കോമൺ ടോപ്പിക് ഓഫ് അക്കാഡമിക് ഇൻക്വയറി ഇൻ ബോത്ത് എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി. എക്കണോമിസ്റ്റ് വിൽ ബി ലുക്കിംഗ് അപ്പോൺ എക്കണോമിക് ഇൻഇക്വാലിറ്റി വേറാസ്. അതെന്താണ്? ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഓൾസോ എന്താണ് ഒരു കോമൺ ടോപ്പിക് ആണ്. എന്തിന്? അക്കാഡമിക് എൻക്വയറിയുടെ എക്കണോമിക്സും സോഷ്യോളജിയും ഒരു കോമൺ ആയിട്ട് നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. എക്കണോമിസ്റ്റ് എപ്പോഴും നമ്മൾ നോക്കുന്നത് എന്തിനാണ്? എക്കണോമിക് ഇൻഇക്വാലിറ്റി ആണ്. അതായത് എക്കണോമിസ്റ്റ് എപ്പോഴും നോക്കുന്നത് എക്കണോമിക് സാമ്പത്തികമായിട്ട് ഒരു ഈക്വാലിറ്റി ഇല്ലായ്മയാണ് അവർ എപ്പോഴും നോക്കി കാണുന്നത്. അപ്പൊ എപ്പോഴും ഇവിടെ ഒരു സാമ്പത്തികമായി ഈക്വാലിറ്റി ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. Sociologists will meticulously analyze the social inequality prevailing in society. Both economic and social inequality can be defined the following way. ഇനി സോഷ്യോളജിയും അനലൈസ് ചെയ്യുന്ന ഒരു ഇൻഇക്വാലിറ്റി നോക്കുന്നുണ്ട്. രണ്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻഇക്വാലിറ്റി എപ്പോഴും ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്കണോമിക് ഇൻഇക്വാലിറ്റി ആദ്യത്തെ, അതായത് നമുക്ക് സാമ്പത്തികമായിട്ട് ഉള്ള കാര്യത്തിൽ സാമ്പത്തിക മേഖല അല്ലെങ്കിൽ അതിൽ ഉണ്ടാവുന്ന ഇക്വാലിറ്റി പ്രോബ്ലംസ് ഈസ് ഷോൺ by people on the basis of their different position within economic distribution such people income, pay and their wealth. ഇവിടെ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരേ സ്ഥലത്ത് ഒരു ജോലി സ്ഥലത്തും ഒരു മെയിലും ഫീമെയിലും ജോലി ചെയ്യുന്നത് സെയിം ജോലി ആയിരിക്കാം. പക്ഷെ അവർക്ക് മെയിലിന് കുറച്ചധികം ജോലി പേയ്മെന്റ് കൊടുക്കും, ഫീമെയിലിന് കുറച്ച് കൊടുക്കും. ബിക്കോസ് അവിടെ ഇൻഇക്വാലിറ്റി വരുന്നുണ്ട്. അതായത് ജോലി സെയിം ആയിരിക്കാം പക്ഷേ ഇൻകം കുറവായിരിക്കും. അടുത്ത സോഷ്യൽ ഇൻഇക്വാലിറ്റി ആണ് പറയുന്നത്. Social inequality occur when the social resources distributed unequally. We can say that mainly occurs on the basis of class, caste, race, gender. ഇനി നമുക്ക് സോഷ്യലിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതി നോക്കി, നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ കാസ്റ്റ് നോക്കി, നമ്മുടെ വർണ്ണം നമ്മുടെ ശരീരത്തെ നിറം നോക്കി, നമ്മുടെ ജെൻഡർ നോക്കി, സ്ത്രീയാണോ പുരുഷനാണോ നോക്കി, ഇതൊക്കെ നോക്കി നമ്മുടെ പേയ്മെന്റ് കൊടുക്കുന്നതിനെ അല്ലെങ്കിൽ അതിന് ഒരു ഈക്വാലിറ്റി കൊടുക്കുക, ഇൻഇക്വാലിറ്റി സോഷ്യൽ നമ്മുടെ സമൂഹത്തില് ഒരു ഈക്വാലിറ്റി കൊടുക്കായ്മ. അതായത് ആ കുട്ടി സ്ത്രീയാണ് അപ്പൊ അതിനെ മാറ്റി നിർത്താം, അല്ലെങ്കിൽ അതൊരു പുരുഷനാണ് മാറ്റി നിർത്താം, അല്ലെങ്കിൽ അത് കറുത്തിട്ടാണ് മാറ്റി നിർത്താം എന്നൊക്കെ നമ്മൾ റോസാ പാർക്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടില്ലേ? അതുപോലെ അതായത് ജാതി വിവേചനം അല്ലെങ്കിൽ കളർ, നമ്മളിപ്പോ പണ്ട് നമ്പൂരിമാരൊക്കെ താഴ്ന്ന ജാതിക്കാരെ തീണ്ട ജാതിക്കാരെ മാറ്റി നിർത്തുന്നത് പോലെ സമൂഹത്തിൽ മാറ്റി നിർത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു റോസാപാക്ക് പറഞ്ഞു. റോസാപാക്കിൽ എന്താണ്? ഒരു ബ്ലാക്ക് ലേഡി ഒരു ബസ്സിൽ കയറി ഇരുന്നതിന്റെ ഇഷ്യൂ ആണ് പറയുന്നത് ആ സ്റ്റോറിയിൽ. അതായത് വൈറ്റ് പീപ്പിൾ ഒരു ബസ്സിൽ കയറുമ്പോൾ അവരെന്ത് ചെയ്യണം? ബ്ലാക്ക് ലേഡീസ് അല്ലെങ്കിൽ ബ്ലാക്ക് മാൻ അല്ലെങ്കിൽ ബ്ലാക്കിഷ് ആയിട്ടുള്ള ആൾക്കാര് എഴുന്നേറ്റ് കൊടുക്കണം. അപ്പൊ റോസാപാക്ക് അന്ന് വൈകുന്നേരം വരെ ജോലി ചെയ്ത് വന്നുകൊണ്ട് ക്ഷീണിതനായതുകൊണ്ട് എന്ത് ചെയ്തില്ല? പുള്ളിക്കാരി എഴുന്നേറ്റ് കൊടുത്തില്ല.
പക്ഷെ അതൊരു വലിയൊരു ഇഷ്യൂ ആക്കുക, അവസാനം റൈറ്റ്സിന് വേണ്ടി പോയി റൈറ്റ്സ് കിട്ടുന്ന സിറ്റുവേഷനൊക്കെ കാണിക്കുന്നത്. അപ്പൊ ഒരു കളറിന്റെ ബേസിൽ ഒരു ഇൻഇക്വാലിറ്റി കാണിക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒരു ഇൻഇക്വാലിറ്റി കളറിന്റെ ബേസിലും ജെൻഡറിന്റെ ബേസിലും ക്ലാസിന്റെ ബേസിലും കാണിക്കുന്നുണ്ട്. We know that all these characterized by existing unequal opportunity rewards of the social position and status is hold. നമുക്കറിയാം ഇതെല്ലാം എന്താണ് അൺഈക്വാലിറ്റിയുടെ ഓപ്പർച്യൂണിറ്റി, അൺഈക്വാലിറ്റിയുടെ കാണിച്ചാണ്. അതിൽ റിവാർഡ്സ് ഓഫ് ഇതൊരു റിവാർഡ്സ് ആണ്, സോഷ്യൽ പൊസിഷൻസും സ്റ്റാറ്റസ് ഹോൾഡ് ചെയ്യാനുള്ള റിവാർഡ്സ് ആയിട്ടാണ് അവർ കാണുന്നത്. അതായത് ഈ അൺഈക്വാലിറ്റിയുടെ മൂലം അവർക്ക് ഒരു സമൂഹത്തിൽ എന്തോ വില കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ വലിയൊരു കാര്യമായിട്ട് അവർ ചെയ്യുന്ന രീതിയിലാണ് അവർ കാണുന്നത്. പക്ഷെ അൺഈക്വാലിറ്റി കാണിക്കുന്നത് എത്രത്തോളം അത് പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിന്, സൊസൈറ്റിക്ക് എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ പല സോഷ്യോളജിസ്റ്റും പറയുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? യൂണിറ്റ് 6 സെക്കൻഡ് പാർട്ടാണ് റിലേഷൻ വിത്ത് സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്. അപ്പൊ സോഷ്യോളജി എന്താ, എക്കണോമിക്സ് എന്താ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ? അപ്പൊ സോഷ്യോളജി പറഞ്ഞു, അതുപോലെ തന്നെ എക്കണോമിക്സ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാ പിന്നെ പറയുന്നത്, അതിന്റെ ഡെഫിനിഷൻസ് പറയുന്നുണ്ട്, അതിന്റെ റിലേഷൻസ് പറയുന്നുണ്ട്, സൊസൈറ്റിയിൽ എത്രത്തോളം അത് നേരിടുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, പോവേർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എക്കണോമിക്സ് ബന്ധപ്പെട്ടാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റും പോവേർട്ടിയൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. സോഷ്യോളജി നമ്മുടെ സൊസൈറ്റിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കിയത്.